എൻ്റെ പരിസ്ഥിതിയോടും സമൂഹത്തോടും ഞാൻ നീതിയും ഉത്തരവാദിത്വവും പുലർത്തും. വ്യക്തിപരമായും കുടുംബത്തോടും അടുക്കുമെന്ന് ഞാൻ ദൃഢമായി വെള്ളം വേണം, അല്ലെങ്കിൽ ഇന്ധനം കത്തിക്കണം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പഠനം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഭാവിയിൽ AI-യുടെ കാലത്തും പ്രകൃതിക്ക് കൂടുതൽ സഹനം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രകൃതി കൂടുതലായി കാർബൺ എമിഷൻ ഉണ്ടാവുകയും അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു പഠനം വന്നിരിക്കുകയാണ്. മറ്റൊരു വാർത്ത ഞാൻ വായിച്ചിരിക്കുന്നു. അരവല്ലി എന്ന ഒരു ഹിൽസ്, അതൊരു രാജസ്ഥാൻ മുതൽ ഡൽഹിയുടെ ഏതാനും പ്രദേശങ്ങൾ വരെ 800 അതിൽ കൂടുതലുള്ള കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഹിൽസാണ്. മലനിരകളും കുന്നുകളും നിറഞ്ഞ ഒരു ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അരവല്ലി ഹിൽസ്. അപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. അവർ പറഞ്ഞതാണ്, ഇത്ര ഉയരം വരെ ഉള്ള സ്ഥലങ്ങൾ, ഈ ഏരിയയിലുള്ള സ്ഥലങ്ങൾ ഈ ഹിൽസിന്റെ ഭാഗമല്ല. അതിനർത്ഥം അവിടെ നിന്ന് കെട്ടിടം പണിയുകയും മറ്റു ഫാക്ടറികൾ സ്ഥാപിക്കില്ല. അപ്പോൾ പ്രകൃതി സംരക്ഷകരായ മനുഷ്യർ അതിനെതിരെ അപ്പീൽ കൊടുക്കും. അങ്ങനെ ഈ സുപ്രീം കോടതി വിധി പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ആ ഏരിയയിൽ നഷ്ടപ്പെടും. അപ്പം ആ വിധിക്ക് എതിരെ സുപ്രീം കോടതി തന്നെ ഒരു സ്റ്റേ കൊടുക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പത്രത്തിൽ ഞാൻ ശ്രദ്ധിച്ച വായിച്ച ഒരു കാര്യം. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഡിമാൻഡ് കുടുംബത്തിലെ എല്ലാവരും ഇല്ല. എന്നോട് പറയുന്നത് പരീക്ഷയുടെ സമയമാണ്, കുറച്ച് പേര് മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. പക്ഷെ വളരെ പവർഫുൾ സിംബോളിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് നമ്മളോട് തന്നെ ഇന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കേണ്ടത്, നമ്മൾ ഈ പ്രകൃതിയുടെ അധിപന്മാരോ മുതലാളിമാരോ അല്ല. വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം, നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ഈ ലോകം അത് കുറെ കൂടെ മനോഹരമാക്കി പുതിയ തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാനാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടീച്ചർ മനോഹരമായ ഒരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കണക്റ്റഡ്നെസ്, റിലേറ്റഡ്നെസ് അല്ലേ, അതായത് നമ്മൾ ഈ മൊബൈലിലും ഡിജിറ്റലിലും നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള മരങ്ങളും പൂക്കളും വൃക്ഷങ്ങളും പക്ഷികളും ഒന്നും നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. നമ്മൾ വേറൊരു വെർച്വൽ ലോകത്താണ്. പക്ഷെ ആ വെർച്വൽ ലോകം ഒരു റിയൽ ലോകമല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു മരം അത് നമുക്ക് ജീവശ്വാസം നൽകുന്ന ഒരു അമ്മയാണെന്ന്, ഒരു സഹോദരനാണ്, സഹോദരിയാണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ പ്രകൃതിയെ കണക്ട് ചെയ്തിട്ട് ഈ വെർച്വൽ ലോകത്തിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന മനുഷ്യരായി മാറാതെ പ്രകൃതിയോട് കണക്റ്റഡ്നെസ് ഉള്ള ബന്ധമുള്ള മക്കളായിട്ട്, മനുഷ്യരായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാം. ഇതൊരു പേഴ്സണൽ മെസ്സേജ് ആയിട്ട് എടുക്കണം. ഇതൊരു ഭംഗിവാക്കായിട്ട് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും ചെടികൾ വെച്ച് നട്ടും സൈക്കിൾ റാലി നടത്തി തിരിഞ്ഞു പോകുന്നതിനപ്പുറം നമുക്കെല്ലാം ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള വലിയ ശക്തിയല്ല, നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൊത്തം ഇരുട്ടാണ്, ഇരുട്ടിനെ പഴിക്കാം, പക്ഷെ ഒരു തിരി കത്തിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പം നമ്മളുടെ ഒരു മിഠായി കടലാസ് മിഠായി കിട്ടിയാൽ, ഒരു സ്വീറ്റ്സ് കിട്ടിയാൽ അതിൻ്റെ ആ വേസ്റ്റ് നമ്മളോട് വിടുന്നതിന് പകരം നമ്മൾ പുകഞ്ഞ് വെച്ചിട്ട് പോകാം. അതിടേണ്ട സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാൻ, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കാൻ നോക്കാം. നമ്മുടെ ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ മനുഷ്യനും അതിൻ്റെ ഭാഗമാണ്. മനുഷ്യനും ഗുണമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടല്ല. നമ്മുടെ വീടിന്റെ മുകളിൽ ഒരു മരം നിൽക്കുന്ന അപകടകരമായ അവസ്ഥ വല്ലതും മുറിക്കണം, യാതൊരു സംശയമില്ല. പക്ഷെ ആ മരം മുറിക്കുമ്പോൾ പകരം സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെടി നടാൻ, ഒരു മരം നടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ
ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ ഉണ്ട്. അന്തരീക്ഷത്തില് കാർബണിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ചൂട് കൂടും. ഇതിന് പല ഘടകങ്ങൾ, നമ്മുടെ വാഹനങ്ങളുടെ ഉപയോഗമുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗമുണ്ട്, വെള്ളത്തിന്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വെള്ളത്തിൽ നമുക്ക് കറണ്ട് ഉപയോഗിച്ച് മോട്ടർ അടിക്കണം. ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും നമുക്ക് പെട്രോളിംഗ് അല്ലെങ്കിൽ അതുപോലെയുള്ള താപനിലയങ്ങളിൽ നിന്നുള്ള ഇത് വേണം. ഇതൊക്കെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്ന കാര്യം. ഇതെല്ലാം കണക്റ്റഡാണ്. ഞാൻ ആലപ്പുഴ രൂപത ടീച്ചർ പറഞ്ഞ പോലെ ജെയിംസ് പിതാവിന്റെ വലിയൊരു ആഗ്രഹം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ മനുഷ്യവാസം ഇടങ്ങളിലുമൊക്കെ ഈ പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ഇണങ്ങി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഫ്രാൻസിസ് പാപ്പ 2015 ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാം. സെബാസ്റ്റ്യൻ വന്ന് സമൂഹം പറഞ്ഞ് നിങ്ങൾ വിഷമിപ്പിച്ചു പോയിരുന്നാലും പരാതിയൊന്നും പറയുന്നു, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കണക്റ്റഡ് ആകത്തുള്ളൂ അല്ലേ, വലിയ ഫോർമുല. മരങ്ങളും ഉണ്ടെന്നാണ് ഗ്രീൻ ഓഡിറ്റിലെ 99 വെറൈറ്റി. ചിലപ്പോൾ റെപ്യൂട്ടേഷൻ ഉണ്ടാകും. കൂടുതലുള്ള അക്കേഷ്യയാണ് നിങ്ങൾക്കറിയാം. ഇത്രയും വലിയൊരു ക്യാമ്പസിൽ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ മരങ്ങളാരും നമ്മളാരും വെച്ചതല്ല. അക്കേഷ്യ പിന്നെ വളരാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വേണ്ട. നമ്മളാരും വെക്കാത്ത ഈ മരങ്ങൾ തണലിലിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എനിക്ക് 25 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ കശുമാവ് ഇവിടെ വെച്ചത്. അതിൻ്റെ തണൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള മനുഷ്യർ വെച്ച വൃക്ഷങ്ങൾ തണലിലിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച് നമ്മൾ ഒരു മരമെങ്കിലും നടണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ഭാഗമായി 2023 ഒരു കോൺഫറൻസ് നടന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മത്സ്യസമ്പത്ത്, ഞാൻ അതിനാണ് ഡോക്ടറേറ്റ് നേടിയത്, മത്സ്യസമ്പത്ത് വല്ലാതെ കുറയുന്നുണ്ട്. 1900 വരെ മനുഷ്യർ വിചാരിച്ചിരുന്നത് ഈ മീൻ ജീവനുള്ള വസ്തുവായതുകൊണ്ട് അതൊരിക്കലും നശിച്ചു പോകില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ പറയുന്നു 2035 കടലിലെ മത്സ്യബന്ധനം പരിപൂർണമായി നമ്മൾ നിർത്തലാക്കേണ്ടി വരും. കടലിനെ വെറുതെ സ്വസ്ഥമായിടുന്ന സ്ഥലമാക്കി മാറ്റേണ്ടി വരും. കാരണം മീനില്ല. എല്ലാ മീനും നമ്മൾ പിടിച്ച് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിടിച്ച് പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിഞ്ഞതിൽ വംശനാശം വരുന്ന രീതിയിൽ പല മത്സ്യങ്ങളും മാറിയിട്ടുണ്ട്. അപ്പോൾ വലിയ ദ്രോഹമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പരിസ്ഥിതി ദിനാഘോഷങ്ങളിൽ നമ്മൾ നമ്മോട് തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ, ഞാൻ എനിക്കാകുന്നൊരു കാര്യം ചെയ്യും എന്നുള്ളതാണ്. ജോർജ് അച്ഛൻ KCVM ഡയറക്ടറായ അച്ഛൻ ചെയ്തത്, കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തത്, എല്ലാവർക്കും ഒരു തുണി സഞ്ചി കൊടുത്തു. നമ്മളാരും ഒരു സഞ്ചിയുമായി പോയി ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറില്ല. നമുക്ക് നാണക്കേടാണ്. ഈ തമിഴ്നാട്ടിൽ പോയി ഒരു മഞ്ഞ സഞ്ചിയുമായിട്ട് പോകുന്ന തമിഴനെ കാണാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യില്ല. നമ്മളവിടെ പോയി 25 രൂപ കൊടുത്തിൽ ഒരു സഞ്ചി അവിടെ തന്നാലത് വാങ്ങും. അല്ലെങ്കിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് കിറ്റുകളാണ്